നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലെ നമസ്കാരം. ശ്രീലെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ BJPയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ചർച്ച ചെയ്തിരുന്നു. BJPയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെക്കുറിച്ചും അതിൽ ഘടകകക്ഷികളുടെ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു. അതുമാത്രമല്ല, സംഘടനാപരമായിട്ട് BJPക്കുണ്ടായ വീഴ്ചകൾ ഒക്കെ ചർച്ച ചെയ്തു. അപ്പോൾ വലിയ രീതിയിൽ പ്രതികരണങ്ങൾ വരികയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ BJPയെ വേട്ടയാടുന്നത്? നിങ്ങൾ BJPയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് BJPയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ സാമ്പത്തികം നേടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? BJPയെ ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു. നമ്മളെ പലരും വിളിച്ചു, പല കാര്യങ്ങളും നമ്മളെ ഔദ്യോഗികമായി തന്നെ ചിലരൊക്കെ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു. സത്യത്തിൽ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ ഭാഗം നമ്മളെ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയ്ക്കും എനിക്ക് ശ്രീലയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ BJPയെ നമ്മളിങ്ങനെ BJPയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്? നമ്മൾ CPM-നെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. BJP പക്ഷേ എങ്കിലും ഈ BJPയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഈ ആക്ഷേപത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? അതായത് ഒരുപക്ഷെ എനിക്കോ പ്രശാന്തിനോ വ്യക്തിപരമായുള്ള രാഷ്ട്രീയ അനുഭവം, ആ അനുഭവം കൊണ്ടായിരിക്കും ഒരുപക്ഷെ BJPയെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്ന സംശയം ഇവരിൽ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്ത ഒരാളാണ് ഞാൻ. 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സംഘപരിവാറിൽ പെടുന്ന ഒരു സംഘടനയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വിദ്യാർത്ഥി വിഭാഗത്തിൽ ABVPയുടെ ദേശീയ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മ 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 23 വർഷമായി ഞാൻ മാധ്യമപ്രവർത്തകയാണ്. എല്ലാ വിഭാഗങ്ങളുടെയും വാർത്ത, എന്നെ തേടി വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ സത്യസന്ധമായി, അതിൽ എൻ്റെതായ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും ഇടാതെ സത്യസന്ധമായി ജനങ്ങളിലേക്ക് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ. അതായത് ഒരു തരത്തിലും വാർത്തയിൽ വെള്ളം ചേർക്കാതെ അങ്ങേയറ്റം ആ വാർത്തയോട് നീതി പുലർത്തിക്കൊണ്ട് അത് ജനങ്ങളിൽ എത്തിക്കുക. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി സ്വന്തം സ്ഥാപനമാണ്. ഈ സ്വന്തം സ്ഥാപനമാണെങ്കിലും ഇന്ന് വരെ ഈ പറഞ്ഞിട്ടുള്ള വാർത്തകളിലൊന്നും ഒരു നിയമ നടപടി നേരിടേണ്ടതായിട്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന വാർത്തകളുടെ, എൻ്റെ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന വാർത്തകളുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെയാണ് എന്നുള്ളതാണ് വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ BJP എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലാണ് ഭാരത് ലൈവ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അകത്തെ പ്രശ്നങ്ങളും കോൺഗ്രസിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദിവസേന അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ചാനലാണ് ഞങ്ങളുടെ ചാനൽ. നാളെയും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. അതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇവിടെ BJPയുടെ വാർത്തകൾ, ഈ വാർത്തകൾ ഞാനോ പ്രശാന്തോ എൻ്റെ സ്ഥാപനത്തിലുള്ള രാജേഷോ ഞങ്ങൾ ആരും ഇരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും സംഘടനാ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ടെൻഷനുകളും അവരുടേതായ പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും അവർ പറയാൻ നിർബന്ധിതരാകുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. അങ്ങനെ മാധ്യമപ്രവർത്തകരോട് വന്ന് പറയുന്ന ചില വാർത്തകൾ, കാരണം നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ടോ, ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അടുത്തേക്ക് നേരിട്ട് എത്തിച്ചേരാൻ പല താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പരാതിയാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറയാൻ പറ്റാത്ത പരാതികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആരെങ്കിലും പരാതി പറയാൻ ചെന്നാൽ അദ്ദേഹം പറയും, പരാതി പറയേണ്ട, നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുമെന്ന്. പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കൂ, പരാതികൾ വേണ്ട, ഇന്ന് മുതൽ പോസിറ്റീവ് ആയിക്കോട്ടെ, പരാതികൾ വേണ്ട എന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുക, അവർക്ക് സ്പേസ് ഇല്ല. അവർ പിന്നീട് എന്ത് ചെയ്യും? അവർ പിന്നീട് മിണ്ടാതെ അവിടെ ഇരിക്കും. ഇനി BJPക്കെതിരെ അല്ലെങ്കിൽ BJPക്ക് എതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഞാൻ തന്നെയാണ് ഒരു ഇടതുപക്ഷ സഹയാത്രികയായ മാധ്യമപ്രവർത്തകയ്ക്കാണ് PR നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അന്ന് തന്നെ അതിൻ്റെ താഴെ എല്ലാവരും വന്നിട്ട് വളവള പറയാതെ തെളിവ് പുറത്തുവിടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും പറഞ്ഞു, തെളിവുകൾ എൻ്റെ കൈവശം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പുറത്തുവിടാത്ത. പല നേതാക്കന്മാരുമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൺസേൺഡ് നേതാക്കന്മാർ, ഞാൻ അന്ന്
ആരോപിച്ച പേര് പറഞ്ഞിട്ടുള്ള പല നേതാക്കന്മാരോടും ഞാൻ സംസാരിച്ചതിന്റെ ഫോൺ രേഖകളടക്കം എൻ്റെ കയ്യിലുണ്ട്, ശബ്ദരേഖ അടക്കം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പുറത്തുവിടാത്തത് എൻ്റെ മര്യാദ കൊണ്ട്, ഒന്ന് എൻ്റെ മര്യാദ കൊണ്ട്, രണ്ട് വ്യക്തിപരമായി ഞാൻ സംസാരിച്ച ഒരു വിഷയം അത് പുറത്തുവിടണ്ട. ഞാൻ ഈ വിഷയം അറിഞ്ഞ ശേഷം ഈ നേതാക്കന്മാരോടെല്ലാം സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നൽകുക എന്നുള്ളത് മാത്രമാണ്. ഇനി അഥവാ വാർത്തയിൽ ഞാൻ വെല്ലുവിളിയായി തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ വാർത്ത, ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വാർത്ത തെറ്റാണ് എന്ന് ബോധ്യം വന്നാൽ നിങ്ങൾക്ക് ആ വാർത്തയുമായി കോടതിയിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു BJP നിയമ നടപടി സ്വീകരിക്കാം. ഞാൻ ഒരു BJP ഓഫീസിന്റെയോ ഒരു നേതാക്കന്മാരുടെയോ കാല് പിടിച്ച് കരയാനോ അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് അപേക്ഷിക്കാനോ വരില്ല. അതെന്റെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ പണം, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഈ മാധ്യമ സ്ഥാപനം നടന്നു പോയത്, ഞാനിപ്പോൾ 5 വർഷമായിട്ടുള്ള എൻ്റെ സ്വന്തം മാധ്യമ സ്ഥാപനമായി വന്നിട്ട്, അതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന, ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഈ മാധ്യമ സ്ഥാപനവുമായി എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കൽക്കൽ പോയിട്ട് PR തരണേ, ദയവ് ചെയ്ത് ഇച്ചിരി പൈസ തരണേ എന്ന് പറഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ല. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ പണം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള പണം മാത്രം മതി, അല്ലെങ്കിൽ അതിനുള്ള, എനിക്ക് പോയി ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിനിടയിൽ മറ്റൊരു രീതിയിൽ പണം ഉണ്ടാക്കേണ്ടി വരാത്ത ഒരാളാണ്. അതിൻ്റെ ദൈവഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഉണ്ടായ കാലം മുതൽ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളൊരു ഈ ചാനലിൽ നിന്ന് നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനമുണ്ട്. വരുമാനം കൊണ്ട് മാത്രമാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഒരു പരസ്യം പിടിക്കുന്നില്ല. മറ്റാരുടെയെങ്കിലും ഏതെങ്കിലും, എൻ്റെ ചാനൽ ഇന്നുവരെ ഏതെങ്കിലും പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കാർ വർക്ക്ഷോപ്പിന്റെ പരസ്യം കൊടുത്തു, അതെന്റെ സുഹൃത്തിന്റെ കാർ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് പണം വാങ്ങിക്കാതെ കൊടുത്ത പരസ്യമാണ്. അല്ലാതെ ഞാൻ അങ്ങനെ യൂട്യൂബിലെ പരസ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന പരസ്യങ്ങൾ. അല്ലാതെ എവിടെയെങ്കിലും പോയി പരസ്യം വാങ്ങിക്കോ, ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പണം വാങ്ങിക്കോ, ഏതെങ്കിലും ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാനോ വാർത്ത പിൻവലിക്കാനോ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആരോട് വേണം ഞാൻ ഈ എൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയുകയും ചെയ്യാം. ഏതായാലും ആ വിഷയങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ മുന്നിലേക്ക് പലരും ഞങ്ങളെ വിശ്വസിക്കുന്ന, ഒരു മാധ്യമ സ്ഥാപനമെന്ന് ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ അടുത്തേക്ക് പലരും വാർത്തകളുമായി വരുന്നു. ആ വാർത്തകൾ ജനങ്ങളുടെ ഉള്ളിൽ സത്യസന്ധമായി എത്തിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള, ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള BJPയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വാർത്തകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. നിങ്ങളത് കോടതി പോയിക്കോളൂ, നിയമപരമായി വസ്തുതാപരമായി പിശകുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ വസ്തുതകളായിരിക്കണം. അല്ലാതെ വെറുതെ ആക്ഷേപം ഉന്നയിച്ചാൽ അത് അല്പം പോലും വില വയ്ക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ചു പറയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. അപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. അതായത് ജനങ്ങൾക്ക് 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് അതായത് തങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയെ മാറ്റാനുള്ള അവസരം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ മനോഗതം അത് വോട്ടാക്കി മാറ്റി ഈ പറഞ്ഞതുപോലെ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ നേതൃമാറ്റമോ ഒക്കെ വരുത്താൻ സാധിക്കുന്നത്. പക്ഷേ ആ അല്ലാത്ത സമയം, ആ 5 കൊല്ലം അവർ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ 5 കൊല്ലം ഈ ഒരു നീണ്ട ഇടവേളയാണ്. ആ ഇടവേളയിൽ അവരുടെ ശബ്ദമാകാൻ, ആ വോട്ടർമാരുടെ ശബ്ദമാകാൻ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഭംഗിയും ബലവും ഉള്ള ഒരു തൂണായിട്ട് നിലകൊള്ളേണ്ടത് തീർച്ചയായിട്ടും മാധ്യമങ്ങളാണ്. ആ ധർമ്മം ഈ നിമിഷം വരെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ ആ കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് വെള്ളം ചേർത്തിട്ടില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിച്ചിരിക്കാം. ഒരു പക്ഷേ ഫാക്ച്വൽ എറേഴ്സ്, പറഞ്ഞ തീയതി മാറിപ്പോയേക്കാം, അല്ലെങ്കിൽ പേരിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം, വർഷം മാറിപ്പോയേക്കാം. ഇതൊക്കെ സ്വാഭാവികമായ മാനുഷികമായ. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ആരും പ്രോംപ്റ്റർ ഉപയോഗിച്ച് വാർത്ത വായിക്കുന്നവരൊന്നും, ഞങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനായാലും രാജേഷ് ആയാലും പ്രശാന്ത് ആയാലും ഒന്നും ഈ സാധാരണ മെയിൻ സ്ട്രീം മാധ്യമ പ്രവർത്തകർ പ്രോംപ്റ്റർ വെച്ച് വായിക്കുകയോ പുറകിൽ PCR-ൽ നിന്ന് കിട്ടുന്ന കമാൻഡോ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുകയാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ വസ്തുതകളെ വസ്തുതകളായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ള ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ശ്രീല പറഞ്ഞതുപോലെ ഒരു സമ്മർദ്ദങ്ങൾക്കും ഒരു പ്രലോഭനങ്ങൾക്കും ഞങ്ങൾ അടിമപ്പെട്ടിട്ടില്ല, അടിമപ്പെടുകയുമില്ല. നമുക്ക് ആരുടെ പണവും ഇക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ ഇവിടെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാകാം, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ടാകാം. പക്ഷേ ഭാരത് ലൈവിന് ആ പാരമ്പര്യമില്ല. അതുകൊണ്ട് തന്നെ
ശ്രീല പറഞ്ഞതുപോലെ നമുക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ കാര്യത്തിൽ ഇത്രയും വിശദീകരണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി BJPയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നാൽ ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. ഞങ്ങളെ തേടി നിരവധി പേർ വിളിക്കുകയും പറയുകയും ഈ വാർത്ത 100% ശരിയാണ്, നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരുപാട് പേർ വിളിച്ചിരുന്നു. നിങ്ങൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് BJPയുടെ സംഘടനാ സംവിധാനത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്. ആ സംഘടനാ സംവിധാനം പാളിപ്പോയിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ കേരളത്തിലെ സംഘടനാ പ്രവർത്തകർക്കെല്ലാം വലിയ ഉണർവും സന്തോഷവും സംഘടന ഉത്തരോത്തരം മുന്നിലേക്ക് പോകും എന്ന പ്രതീക്ഷയുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ആരോപണങ്ങളും ഉയരുന്നില്ല, അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ. അതും അപ്പോഴും മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചിലർ അതിന് അനുമതി നിഷേധിക്കുന്നു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നില്ല, അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു എന്ന് മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ആരും മറ്റു പരാതികളൊന്നും ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ ഏതെങ്കിലും തരത്തിലുള്ള ഫേവറിറ്റിസമോ ഒന്നും അദ്ദേഹത്തെ കുറിച്ച് ആരോപണമില്ല. എന്നാൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി പേര് തന്നെ പറയാൻ കഴിയും, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വരുന്നത് BJPയുടെ സംഘടനാ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി കൂടിയായ BJPയുടെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S. സുരേഷിനെ പറ്റിയാണ്. S. സുരേഷിനെ പറ്റി ഇത്തരം ആരോപണം ഉണ്ടാകുന്നതിന് കാരണം S. സുരേഷ് ആദ്യം മുതൽ തന്നെ, അതായത് രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം കൂടിയ ആദ്യം മുതൽ തന്നെ S. സുരേഷ് ചില ഫേവറിറ്റിസം, S. സുരേഷിന് അടുപ്പമുള്ളവരെ പാർട്ടിയിൽ കുത്തി നിറയ്ക്കുന്നു, അവർക്ക് മാത്രം ഏകപക്ഷീയമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ആരോടും ഒന്നും ചോദിക്കാതെ പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സീറ്റ് നിശ്ചയിച്ച കാര്യത്തിലാണെങ്കിൽ ചില പേയ്മെന്റ് സീറ്റുകൾ ഉണ്ട് എന്ന് വരെ ആരോപണം ഉയരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ 2020 പാർട്ടിയിലെടുത്തതുമായി ബന്ധപ്പെട്ട്, അപ്പൊ 2020 മുന്നണിയിലെടുത്തതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പല ഈ മോർച്ചകളടക്കമുള്ള സംഘടനകളുടെ, അതായത് ഇവരുടെ പോഷക സംഘടനകളാണ്, ഈ സംഘടനകളുടെ അടക്കമുള്ള അവിടേക്ക് വന്ന ചില ആൾക്കാർ, ഭാരവാഹികളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ അവരൊക്കെ അതിലും ചില പേയ്മെന്റ് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നമുക്ക് ഒട്ടൊക്കെ ശരിയാണ് താനും, അത് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് വാർത്തയാണ്. അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ നാളെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, BJP ഇതിനെ നിഷേധിച്ചുകൊണ്ട് BJP രംഗത്ത് വരികയാണ്. അതും നമ്മളെ സംബന്ധിച്ച് വാർത്തയാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി ഉണ്ടായാൽ ഞങ്ങളത് രേഖാമൂലം, ഞങ്ങൾക്ക് ഈ വാർത്തയുടെ എന്താണോ ഇതിന് ആധാരമായിരിക്കുന്നത് അത് ഞങ്ങൾ രേഖാമൂലം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് നിയമ നടപടിയുടെ ഭാഗമാണ്. അതൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതില് ഇപ്പൊ സുരേഷിനെ കുറിച്ച് വരുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സുരേഷിനെ കുറിച്ച് വരുന്ന ആരോപണം, ആദ്യമായി വരുന്ന ആരോപണം, സുരേഷ് ആദ്യമേ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയി വന്ന ശേഷം ആദ്യം നടത്തിയ പോസ്റ്റിംഗ് സ്വന്തം ഭാര്യയാണ്. സ്വന്തം ഭാര്യയെ വനിതാ കമ്മീഷന്റെ അഡ്വൈസറി ബോർഡിൽ, അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ അഡ്വൈസറി ബോർഡിലേക്ക്, വലിയ നാഷണൽ പേഴ്സണാലിറ്റികൾ ഇരിക്കുന്ന അഡ്വൈസറി ബോർഡിലേക്ക്, എനിക്ക് തോന്നുന്നു PV സിന്ധു ഒക്കെയാണ് അതിലുള്ളത്, അത്തരത്തിൽ നാഷണൽ പേഴ്സണാലിറ്റീസ് ഇരിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡിലേക്ക് അഭിഭാഷകയാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും എനിക്കറിയില്ല, അവർ കോടതിയിൽ പോയതായി ഇന്ന് വരെ കോടതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിനുള്ള ഒരു കോടതിയിൽ പോയതായിട്ട് അറിയില്ല. ലോ അക്കാദമിയിൽ നിന്ന് അവർ ലക്ഷ്മി നായരുടെ ലോ അക്കാദമി എല്ലാവരും കളിയാക്കുകയാണ്. കേരളത്തിലെ BJPക്കാരുടെ ഒട്ടുമിക്ക BJPക്കാരുടെ LLB ലോ അക്കാദമിയിൽ തന്നെയുള്ളതാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ ഇപ്പോൾ റഹീമിനെയൊക്കെ ലോ അക്കാദമിയിൽ LLB എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഒട്ടുമിക്ക പേരുടെ അങ്ങനെ എനിക്കറിയാം കേട്ടോ. എനിക്ക് ഏതൊക്കെ ലോ അക്കാദമി പഠിച്ച, ഞാനിപ്പോൾ അത് പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ആ ലോ അക്കാദമിയിൽ നിന്ന് LLB എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. അതിനുശേഷം എവിടെയോ LLB എടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും കോടതിയിൽ പോയിട്ടില്ല. ദേശീയ വനിതാ കമ്മീഷന്റെ അഡ്വൈസറി ബോർഡിലാണ്. ഇപ്പോൾ ശരിയാണ്, അവർ പഴയകാല പ്രവർത്തകയാണ്, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ള പ്രവർത്തകയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ ഭർത്താവ് ആസ്ഥാനത്തെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നെ പഞ്ചായത്തിൽ പോലും അടുപ്പിക്കില്ല. ഒരിക്കലും പുള്ളി എനിക്ക് വേണ്ടി ഒരു ശുപാർശ ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല കേട്ടോ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത്, എനിക്ക് വേണ്ടി ഒരു ശുപാർശ ചെയ്യാനോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി എനിക്ക് വേണ്ടി എന്തെങ്കിലും വരട്ടെ, അവരെ സംബന്ധിച്ച് എനിക്കൊന്ന് സുരേഷിനെ കാട്ടി അർഹതയുള്ള ഒരാളാണ് അവർ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പോസ്റ്റിലേക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന്. രണ്ടാമത്, അവരെ സംബന്ധിച്ച് അവർ ഈ സംഘപരിവാർ സംഘടനകളിലെല്ലാം സംഘപരിവാർ സംഘടനകളുടെ ഒരു വനിതാ മുഖമാണ്. ആ ഒരു മുഖം മാത്രമേ കേരളത്തിൽ വനിതാ മുഖമായി ഉള്ളൂ.
ഇഷ്ടംപോലെ സംഘപരിവാർ പ്രവർത്തകരും സംഘപരിവാറിൽപ്പെടുന്ന വനിതകളും സംസാരിക്കാൻ അറിയുന്നവരും കഴിവുള്ളവരും ഒക്കെ നിൽക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അവർ തന്നെ വന്ന് പ്രസംഗിക്കുന്നു, അവർ തന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു, അവർ തന്നെ, ഞാൻ മനസ്സിലാക്കുന്ന, എന്നോട് പലരും അത് പരാതി പറഞ്ഞിട്ടുണ്ട്, അവർ പലരെയും അറിയിക്കുന്നില്ലായിരുന്നു പരിപാടി എന്നുള്ളതാണ്. BJP തന്നെയുള്ള പല സ്ത്രീകളും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, സംഘപരിവാറിനാകെ ഒരു സ്ത്രീയേ ഉള്ളൂ, ഈ സ്ത്രീ മാത്രം, അവർ വേറെ ആരെയും പഠിപ്പിക്കില്ല, അവരുടെ 2-3 പിണിയാളുകളെ അല്ലാതെ ആരും ഒരു സംഘടനാ പ്രവർത്തനം അറിയിക്കുകയോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം എന്നോട് സംഘപരിവാറിൽ തന്നെയുള്ള പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സുരേഷ് വരുമ്പോൾ സുരേഷ് പിന്നീട് കൊണ്ടുവന്ന സുരേഷിന്റെ ഏറ്റവും അടുപ്പക്കാരിയായ മറ്റൊരു കൂട്ടുകാരിയാണ് അഞ്ജന എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി. ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ, ഇവരെ അറിയുന്നവർ, നേരത്തെ അറിയുന്നവർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഒരു BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആവാനുള്ള എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആവാനുള്ള യോഗ്യതയുള്ള ഒരാളല്ല, അതിൽ 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ മഹിളാ മോർച്ചയിൽ എന്തോ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ പണ്ടെന്നോ കോളേജിലേതോ ABVPയുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കേശവദാസപുരത്തും പട്ടത്തും മത്സരിച്ചു. 2 തെരഞ്ഞെടുപ്പിനും വമ്പം പരാജയമായിരുന്നു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് 675-700 വോട്ടാണ് ആകെ കിട്ടിയത് ഒരിടത്ത് മത്സരിച്ചിട്ട്. അവരെ കൊണ്ടുവന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി മാറ്റുന്നു. സംസ്ഥാന സെക്രട്ടറിയാക്കി എല്ലാ പദവികളും, സ്റ്റേറ്റ് ഓഫീസിന്റെ ചാർജ് കൊടുക്കുന്നു, ശമ്പളമുള്ള സംസ്ഥാന സെക്രട്ടറിയാക്കുന്നു. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശമ്പളമുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി. അതിന് പറയുന്ന വാദം അവർ ജോലിയിലിരുന്ന ആളാണ്, അവർക്ക് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ജോലി പോയി എന്നാണ്. സാധാരണഗതിയിൽ ജോലിയിലിരിക്കുന്ന ഒരാളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ശ്രീലേഖ IPS ഒരു ജോലിയിലിരിക്കുന്ന സമയത്ത് അവരെ അവിടുന്ന് രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ ശമ്പളം കൊടുത്തൊരു ആളാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏതോ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഇതിന് കേപ്പബിൾ പോലും അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന ശേഷം 60,000-70,000 രൂപ ശമ്പളത്തിലാണ് അവർ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഫുൾ ചുമതല അവർക്കായിരുന്നു. അവിടുത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുമതല അവർക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊക്കെ എതിരഭിപ്രായമുള്ള ഒരുപാട് പേര്, ആ BJP ഓഫീസിനകത്തു വരെ ഇതിനെതിരഭിപ്രായമുള്ളവരുണ്ട്. പിന്നെ BJPയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത വിലക്കും ആജീവനാന്ത ഉപരോധവുമാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാതെ എന്നെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ പണ്ട് വാർത്ത ചെയ്തത്. ഞാനൊരു വാർത്ത ചെയ്തു, ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാൻ BJPയുടെ ഭാരവാഹിത്വമുള്ള ആളല്ല, BJPയുടെ മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നില്ല. ഞാൻ ചെയ്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് എന്നെ ഉപരോധം ഏർപ്പെടുത്തുക, എന്നോട് BJP ഓഫീസിനകത്ത് പലരും, ഇപ്പോഴത്തെ പല സംസ്ഥാന നേതാക്കളും പലരെയും പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് മിണ്ടരുത്. എന്താ കാര്യം എനിക്ക് ഞാൻ ജേർണലിസ്റ്റാണ്, ഞാൻ അവിടെ വേറെ ഒന്നിനും പോകുന്നില്ല, ഞാൻ അവിടുത്തെ ഒരു രേഖയും ചോർത്തുന്നില്ല, ആരോടും ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞില്ല. എന്നോട് സംസാരിക്കുന്നവരോട് സംസാരിച്ച് 10 മിനിറ്റിനകത്ത് ഞാൻ പോരുന്നു, കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ആരെങ്കിലും അതുകൊണ്ടാണ് പലരും പ്രതികരിക്കാത്തത്. ഇപ്പൊ BJPയിൽ തന്നെ അവിടെ തന്നെ അഴിമതി ആരോപണം ഉണ്ടായിട്ടുള്ളവരുണ്ട്. മെഡിക്കൽ കോഴ അഴിമതി ആരോപണത്തിൽ വിധേയമായിട്ടുള്ള, അതായത് ആലോചിക്കേണ്ടത്, ഇന്ത്യയിൽ BJP സർക്കാർ നിലവിൽ വന്ന ശേഷം ഒരേ ഒരു അഴിമതി ആരോപണം ഉയർന്നിട്ടുള്ളൂ, അത് കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോഴയാണ്. ഈ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിട്ടുള്ള MT രമേശ് അടക്കമുള്ളവർ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയാണ്. ആ റിപ്പോർട്ട് ചോർത്തി കൊടുത്തിട്ടുള്ള VV രാജേഷ് തിരുവനന്തപുരം കൊടുത്തു വന്ന ആരോപണം ഉണ്ടായിരുന്ന VV രാജേഷ് തിരുവനന്തപുരം മേയറാണ്. നിരവധി അഴിമതി ആരോപണങ്ങൾ, പണമടക്കം തട്ടിച്ച് വെട്ടിച്ച് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയ പല നേതാക്കന്മാരും സംസ്ഥാന സമിതിയിലുണ്ട്. വാർത്ത ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പണ്ടെന്നോ വാർത്ത ചെയ്തു എന്നതിന്റെ പേരിൽ എനിക്ക് ഉപരോധം ഏർപ്പെടുത്താനും എന്നെ കണ്ടാലുടൻ മിണ്ടരുത്, അവർ വലിയ പ്രശ്നക്കാരിയാണ് എന്ന് പറയാനുമാണ് ശ്രമിക്കുന്നത്. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന കുട്ടിയുടെ തല വെട്ടിയെടുത്ത പോലെ അതിന്റെ ദോഷം എന്താണെന്നറിയാമോ? രാജവംശം തകർന്നു. അതുപോലെയാണ് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കള്ളമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൊണ്ട് എന്നെ ഉപരോധം ഏർപ്പെടുത്തിയാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല. ഇന്ന് തന്നെ സംഘടനാ സംവിധാനം ഇപ്പോൾ തന്നെ താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ? യുവമോർച്ച പ്രവർത്തിക്കുന്നുണ്ടോ? മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പൊ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാനായിരിക്കും ഇപ്പൊ ഒരു സമരം നടത്തിയത്. അത് ആഭാസ സമരം ആയിപ്പോയി. അപ്പോ ഈ യുവമോർച്ചയുടെ പ്രശ്നം എന്താ? യുവമോർച്ച എന്തുകൊണ്ടാണ് പ്രവർത്തനം സജ്ജമാകാത്തത് എന്ന് ഞാൻ, യുവമോർച്ചയ്ക്ക് സംസ്ഥാന പ്രസിഡന്റായി വന്ന മനു എന്റെ നല്ല സുഹൃത്താണ്, ABVPക്കാരനാണ്, കഴിഞ്ഞ കുറെ കാലം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള ഒരു കാലിബറുള്ള ആളല്ല മനു. യാഥാർത്ഥ്യം ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ പറയുക. അതിന്റെ പല ആൾക്കാരും, അതിന്റെ താഴെ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. ഇനി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി വന്നിട്ടുള്ള SFI എന്ന് വന്നിട്ടുള്ള ഒരു പയ്യനുണ്ട്, ഗോകുൽ എന്നാണ് പേരെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോകുല് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത കോളേജ് ക്യാമ്പസിലോ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഇവിടെ എനിക്ക് തോന്നുന്നു കാര്യവട്ടത്തോ എവിടെയോ പ്രവർത്തിച്ച, അവിടെ അവരുടെ കോളേജ് തലത്തിൽ പ്രവർത്തിച്ച് യൂണിറ്റ് തലത്തിൽ പ്രവർത്തിച്ച്
അതിനുശേഷം എന്തോ ഒരു ചെറിയ ചുമതല സംഘടനയിലുണ്ടായിരുന്നു. അവിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അയാൾക്ക് നന്നാവാനുള്ള അവസരം ഉണ്ടായാലും നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ അയാളെ അങ്ങനെയല്ല കാണുന്നത്, വളരെ മാന്യനായിട്ടും നല്ലതായിട്ടുമാണ് കാണുന്നത്. പക്ഷേ അയാളെ അതൊരു ആക്ഷേപമായിരിക്കാം, അയാളെ പുറത്താക്കാൻ വേണ്ടി ആക്ഷേപമായിരിക്കാം, അതെന്തുമായിക്കോട്ടെ. ഞാൻ പറയുന്ന ഒരാളെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ആകെ സംസ്കൃത കോളേജും അതിന്റെ മുമ്പിലെ തട്ടുകടയും ഈ തിരുവനന്തപുരത്തെ നഗരവും മാത്രം കണ്ടിട്ടുള്ള ആളെയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് 3 വയസ്സും 4 വയസ്സും മുതൽ ശാഖയിൽ പോയി പ്രവർത്തിച്ച് സംഘടനാ പ്രവർത്തനം പഠിച്ച് വന്നിട്ടുള്ള ഷിജിൽ പോലുള്ള, ഷിജിൽ അടക്കമുള്ള വരുൺ പ്രസാദ്, ഷിജിൽ, അങ്ങനെ കുറേ കുട്ടികൾ, നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരിരിക്കുന്ന ആ പോസ്റ്റിലേക്ക് അങ്ങനെ ഒരാളെ കൂടി വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞ മാനസികമായിട്ട് ആ നിൽക്കുന്ന പ്രവർത്തകന്റെ മാനസിക ധൈര്യം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു വലിയ പ്രവർത്തിക്കാനുള്ള ഉത്തേജനം, ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ മഹിളാ മോർച്ചയുടെ കാര്യമാണെങ്കിലും, മഹിളാ മോർച്ചയുടെ കാര്യം എല്ലാം ഇവർ വീതം വെച്ചെടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹിളാ മോർച്ചയിലാണെങ്കിലും യുവമോർച്ചയിലാണെങ്കിലും ഒക്കെ അവനവൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആൾക്കാരെ 3 പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മഹിളാ മോർച്ചയുടെ ചുമതലയിലുള്ള ചിലർ 2-3 പോസ്റ്റിൽ ഇരിക്കുന്നവരുണ്ട്. അതായത് ചില ഓർഗനൈസിംഗ് സെക്രട്ടറിമാർക്ക് പ്രാധാന്യം, ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുടെ താല്പര്യമുള്ളവർ, ചില നേതാക്കന്മാരുടെ താല്പര്യക്കാർ, അങ്ങനെയുള്ളവരെയാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ താല്പര്യക്കാർ വരുമ്പോൾ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെടുക 1. 2, എന്താണെന്ന് അറിയാതെയാണ് ഇതിനകത്ത് വരുന്നത്. വെറും നോമിനികളായി മാത്രം വരുന്നതുകൊണ്ട് സംഘടനാ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ ഈ നമ്മൾ പറയുമല്ലോ, നവ്യ ഹരിദാസിനെ കുറിച്ച് ഭയങ്കര പൊക്കി പറയാൻ, കേരളത്തിൽ ആകെ ഒരു കൊള്ളാവുന്ന വനിതയുള്ളൂ എന്ന രീതിയിലാണ് നവ്യ ഹരിദാസിനെ കുറിച്ച് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. നവ്യ ഹരിദാസിനെ, സത്യം പറഞ്ഞാൽ നവ്യ ഹരിദാസിന് താഴെത്തട്ടുള്ള പ്രവർത്തനം അറിയാമോ എന്ന് എനിക്കറിയില്ല. കാരണം 2 പ്രാവശ്യം നിന്നു ജയിച്ചു, കൗൺസിലറായി. അതിനപ്പുറത്തേക്ക് താഴെത്തട്ടുള്ള പ്രവർത്തനം അറിയാം എന്ന ധാരണ എനിക്കില്ല. ഉണ്ടെങ്കിൽ ഈ മഹിളാ മോർച്ച ഇങ്ങനെ നിർജ്ജീവമായി കിടക്കില്ല. ഇനി അഥവാ മഹിളാ മോർച്ചയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവ്, മഹിളാ മോർച്ചയുടെ പ്രഭാരി ആരാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല, പ്രഭാരിയാണ് സാധാരണഗതിയിൽ സമരം ചെയ്യാൻ വിളിച്ചു പറയേണ്ടത്. അപ്പോൾ തിരിച്ച് സംഘടനാ പ്രവർത്തന പരിചയമുള്ള ഒരാളാണെങ്കിൽ തിരിച്ച് ചോദിക്കാം, ഇപ്പോൾ ആ സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കുറച്ച് നല്ലതെന്നൊരു അഭിപ്രായമെങ്കിലും പറയാം. അതൊന്നുമില്ലാതെ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ പറയുക, അത് മാത്രം വെച്ച് സമരം ചെയ്യുക. തിരുവനന്തപുരത്ത് മഹിളാ മോർച്ചയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ പ്രവർത്തനം, തിരുവനന്തപുരത്ത് അറിയാമല്ലോ, ഏറ്റവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഏറ്റവും നല്ല സമര സംഘടന, ഏറ്റവും നല്ല ഒരു സമര ജ്വാലയായിരുന്നു മഹിളാ മോർച്ച എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ മഹിളാ മോർച്ച നിർജീവമാണ്. ഏത് സമരം നടത്തും. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം നയിക്കാൻ പറ്റിയ നല്ല നേതാക്കന്മാരുടെ അഭാവമുണ്ട് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. 1. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിൽ കുറേ പേരെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഇതിൽ ഷോൺ ജോർജ് ഞാൻ നോക്കിയിട്ട് അതിൽ കൊള്ളാവുന്നത്, പ്രവർത്തിക്കാൻ ഒരു പൊസിഷൻ കൊടുക്കാൻ രാഷ്ട്രീയം അറിയുന്ന ഒരാൾ. പി സി ജോർജ് കുറച്ച് പഴകി, പി സി ജോർജിന് രാഷ്ട്രീയം അറിയുന്ന ആളൊക്കെ തന്നെയാണ്. നാക്കിന് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും രാഷ്ട്രീയം അറിയുന്ന ആളാണ്. ഞാനുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളാണെങ്കിലും ഞാൻ സത്യം പറയാണ്. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തോട് തന്നെ പറയാറുണ്ട്. ചിലപ്പോ ചർച്ചയിലൊക്കെ ഞാൻ ന്യൂസ് 18 റിപ്പോർട്ടറിലും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചർച്ച വിളിക്കുമ്പോൾ ഞാൻ പറയാം അനാവശ്യം എന്ന് പറയുന്നത് നാക്ക്, അതുകൊണ്ട് കുറച്ച് ആവശ്യമില്ലാത്ത പറയരുത്, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് നിർത്തണമെന്ന് ഞാൻ സ്വാഭാവികമായി സ്വന്തമായി നേരിട്ട് പറയുന്ന ആളാണ്. കുറച്ചൊരു അദ്ദേഹം പിന്നെ അത് ഒരു കർഷക ശൈലിയായിപ്പോയി. അപ്പൊ ഷോൺ ജോർജ് വളരെ പക്വതയുള്ള ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ഒരുപക്ഷെ കോൺഗ്രസ് മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഇടതുപക്ഷത്തിന്റെ കൂടെ കുറച്ചു കാലം പ്രവർത്തിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം, ചെറുപ്പം കോളേജ് മുതൽ പ്രവർത്തിച്ച് പ്രവർത്തനം എന്താണ്, ഒരു പ്രവർത്തന പരിചയം. ഇടയ്ക്ക് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഷോൺ ജോർജിന്റെ പോലെ തന്നെ കടന്നു വന്ന ഒരാളാണ് തിരുവല്ലയിൽ മത്സരിച്ച അനൂപ് ആന്റണി. നമ്മൾ ഈ രണ്ടുപേരുടെയും രാഷ്ട്രീയ ഗ്രാഫ് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അനൂപ് ആന്റണി തിരുവല്ലയിൽ 2ാം സ്ഥാനത്ത് വന്നു. നല്ല കാര്യം, അവിടെ നരേന്ദ്രമോദി വന്നു, അപ്പോൾ നല്ല രീതിയിൽ അനൂപ് ആന്റണി മഹാസംഭവമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ. പക്ഷെ അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനൂപ് ആന്റണിയേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ആള് ഷോൺ ജോർജാണ്. അനൂപിനും അങ്ങനെ പ്രവൃത്തി പരിചയമില്ലെന്നേ. അനൂപിന് താഴെത്തട്ടിൽ പരിചയമില്ല, അവസരം കൊടുക്കണം. അപ്പൊ അങ്ങനെ താഴെത്തട്ടിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇനി താഴെത്തട്ടിൽ പ്രവർത്തിച്ച ആളാണ് സുരേഷ്. പക്ഷെ സുരേഷ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടും അതിനും കാര്യമില്ല. കാരണം സുരേഷ് പ്രവർത്തിക്കുന്ന എപ്പോഴും സുരേഷിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. സുരേഷിന്റെ ഭാര്യ, സുരേഷിന്റെ കുടുംബം, സുരേഷിന്റെ സുഹൃത്തുക്കൾ, സുരേഷിന് നാളെ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ആൾക്കാർ, ഇതിനപ്പുറത്തേക്ക് പോകാൻ സുരേഷിന് സാധിക്കുന്നില്ല. അങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വി ഡി സതീശന് ഗ്രൂപ്പുണ്ട്. ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും കോൺഗ്രസിനെ ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, കോൺഗ്രസിനെ നന്നാക്കാൻ പറയുന്നതാണ്. നല്ല, ഞാനതൊരു ഉദാഹരണമായി പറയുന്നതാണ്.
VD സതീശന് ഗ്രൂപ്പുണ്ട്, KC വേണുഗോപാലിന്റെ ഗ്രൂപ്പുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിലെ കൊള്ളാവുന്ന എല്ലാവരെയും അവരവിടെ നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ BJP എന്താ സംഭവിക്കുന്നത്? K സുരേന്ദ്രൻ വന്ന K സുരേന്ദ്രന്റെ ഗ്രൂപ്പുകാരെ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രൂപ്പുകാരെയും ചവിട്ടിയേറി. പിന്നെ ഒരു ഗ്രൂപ്പുകാരും ഒരു ഭാരവാഹിത്വത്തിലും ഇല്ല. എനിക്കൊന്ന് പിന്നെയും K സുരേന്ദ്രൻ കുറച്ചൊക്കെ മര്യാദ പാലിച്ചിരുന്നു. ഇപ്പൊ വന്നിട്ടുള്ള ഈ പുതിയ ഗ്രൂപ്പിൽ ഈ പുതിയ സുരേഷിന്റെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ സുരേഷ് വിചാരിക്കുന്നത് നാളെ, എനിക്ക് തോന്നുന്നു സുരേഷിന് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന്. സുരേഷ് വിചാരിക്കുന്നത് നാളെ കാലം എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എല്ലാ കാലവും ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല, അദ്ദേഹം കേന്ദ്രത്തിലേക്ക് തന്നെ പോകും. പോയി കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ഞാനാവണം, അതിനുവേണ്ടി എന്റെ ആൾക്കാരെ എല്ലാം കുത്തി നിറച്ച് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇപ്പൊ ഒരു സുരേഷ് ഗ്രൂപ്പ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആരും ഇങ്ങനെ പരസ്യമായി ഒന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഒരു സംഘടനയിൽ കൊള്ളാവുന്ന നേതാക്കന്മാർ ഏത് ഗ്രൂപ്പുകാരായാലും നിലനിർത്തണം. പിന്നെ അവസരങ്ങൾ കൊടുക്കണം. നിങ്ങൾ അവരെ അവസരം കൊടുത്ത് നന്നാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. കാരണം ഇത് എല്ലാം കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഒരു മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ കിട്ടിയ 3 സീറ്റ്, ആ 3 സീറ്റ് വെച്ച് അർമാദിച്ചുകൊണ്ടിരുന്നാൽ വരും കാലഘട്ടങ്ങളിൽ സംഘടന തന്നെ ഇല്ലാതായി പോകുന്നതാണ്. 3-0 ആകാനല്ല, സംഘടനാ സംവിധാനം തന്നെ ഇപ്പൊ ഇല്ല. കേരളത്തിൽ ഓരോ ജില്ലയിലും അസ്വസ്ഥതയില്ലാത്ത ഒരു ജില്ല പോലും കേരളത്തിൽ എവിടെയും ഇല്ല. അത് മാത്രമല്ല, BJP-യുമായി സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ BJP-ക്ക് ഈ 3 സീറ്റുകൾ കിട്ടി, നല്ല കാര്യം. 3 പേര് നല്ല സ്ഥാനാർത്ഥികളായിരുന്നു, നന്നായിട്ട് പ്രവർത്തിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് BJP-ക്ക് വോട്ട് കിട്ടുന്നത് BJP-യുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, താമര, നരേന്ദ്രമോദി, പിന്നെ ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ പ്രീണനം. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി മത്സരിക്കുകയാണ് അവർ പ്രീണനത്തിന്. സത്യത്തിൽ നമുക്ക് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. അവരല്ല ഇവിടുത്തെ കുഴപ്പക്കാർ. അവരെക്കാൾ ഈ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ട് എല്ലാവരും അവരവരുടെ നന്മ ആഗ്രഹിക്കും, അവരവരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാൻ ശ്രമിക്കും. അതിൽ കവിഞ്ഞ് എന്തെങ്കിലും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മാറി മാറി മത്സരിച്ച് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഈ 2 മുന്നണികളും ചേർന്ന് ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളാണ് BJP-യുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നത്. ഇത് BJP നേതാക്കൾ മനസ്സിലാക്കുന്നില്ല. അവർ ഇത് ഞങ്ങളുടെ മിടുക്കാണ്, ഞങ്ങളുടെ എന്തോ വലിയ നേട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ചില PR-നുള്ള ഒരു ചെറിയ ശ്രമം ഉണ്ടായിരുന്നു. ഇതാണ് മാസ്റ്റർ ബ്രെയിൻ, രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഐഡിയാസ് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് മാസ്റ്റർ ബ്രെയിൻ ആക്കിയത് ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ PR ഈ ഓൺലൈൻകാരെ വെച്ച് PR ചെയ്യുന്നുണ്ട്. ബിഗ് സ്പൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതോ കുറെ ചാനലുകളും കുറെ സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ ഇദ്ദേഹമാണ് കേരളത്തിലെ മഹാസംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് PR ഒക്കെ ചില വീഡിയോസ് വരുന്നുണ്ട്, ചില പിന്നെ റൈറ്റപ്സ് വരുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ സംഘടനാ സംവിധാനം, BJP-യുടെ സംഘടനാ സംവിധാനം ഏറ്റവും ടൈറ്റ് ആയിരുന്ന V മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. BJP-യുടെ കാലാകാലങ്ങളായി വോട്ട് വിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ നിന്ന് കറക്റ്റായി സംഘടനയെ പിടിച്ചു നിർത്താൻ, സംഘടനയുടെ വോട്ടുകൾ മുഴുവൻ ഒരുമിക്കാൻ എല്ലാം സാധിച്ചത്, സാധിച്ചത് V മുരളീധരൻ. ഉദാഹരണം കൂടി ഞാൻ പറയാം. 2011 12 എന്നറിഞ്ഞൂടാ, പിന്നെ പിണറായി വിജയൻ, അന്ന് അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ, ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ്. ഞാൻ മാത്രമല്ല, മുതിർന്ന പല പത്രപ്രവർത്തകരും അന്ന് എന്നോട് ശരിവെച്ചു അതിനെക്കുറിച്ച്. പിണറായി പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് BJP ഇപ്പോൾ വെറും വോട്ട് വിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതായത് 2011 തെരഞ്ഞെടുപ്പിൽ നേമത്ത് 2ാം സ്ഥാനത്തെത്തി, മഞ്ചേശ്വരത്ത്, കാസർഗോഡൊക്കെ 2ാം സ്ഥാനത്തെത്തി, പാലക്കാട് 2ാം സ്ഥാനത്തെത്തി, അതുപോലെ തന്നെ കാട്ടാക്കടയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു BJP. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ പത്രക്കാരോ ചോദിച്ചു ഈ BJP-യുടെ വളർച്ചയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം അന്ന് നൽകിയ മറുപടിയാണ്, BJP ഒരു വെറും തെരഞ്ഞെടുപ്പിൽ വെറുതെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയല്ല. ഇന്ന് BJP ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന അതേ അവസ്ഥ ഇന്നുമുണ്ട്. അതേ അവസ്ഥ ഇന്നുമുണ്ട്. ഇന്ന് ഒരു പക്ഷേ 15, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 15ഓളം സീറ്റ് കിട്ടേണ്ടിടത്താണ് ഇപ്പോൾ ഈ 3 സീറ്റ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അതാണ് ചർച്ച ചെയ്യുന്നത്. മുരളിയേട്ടന്റെ കാര്യം പറയുമ്പോൾ, മുരളിയേട്ടൻ കേരളത്തിൽ ആദ്യമായി സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത് 2009 മുരളിയേട്ടന് സത്യത്തിൽ അന്ന് ആദ്യമായാണ് അദ്ദേഹം എബിവിപിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം നെഹ്റു യുവകേന്ദ്രയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. സത്യത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയാൽ ഉടൻ മുരളിയേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുക. എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ,
വാർത്താ സമ്മേളനം എങ്ങനെയല്ലേ? കാരണം അദ്ദേഹത്തിന് അന്ന് അത് അറിയില്ലായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഉമാദേട്ടൻ എന്നെ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞാലുണ്ട് പത്രസമ്മേളനം കഴിഞ്ഞാലുടൻ എങ്ങനെയുണ്ട് പത്രസമ്മേളനം, ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതാണ്. അതാ ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോ നമ്മൾ ഇത് പറഞ്ഞാൽ മുരളിയേട്ടനോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്, ഉമാദേട്ടനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ കാരണം നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ കണ്ടാൽ മിണ്ടരുതെന്നും നമുക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്നും പറയുന്നത് നിങ്ങളെ നന്നാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നമുക്ക് ഊരുവിലക്കിടുന്നത് നിങ്ങളെ നന്നാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്കാണ്. ഞങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ഫീൽഡിൽ പ്രവർത്തിക്കുന്ന, അതായത് നിങ്ങൾ എങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നോ അതിലുമേറെ ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ പറയാത്ത കാര്യങ്ങൾ പോലും ഞങ്ങളോട് ജനങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ മറ്റൊരു ആരോപണം ഉയർന്നത് ഇതൊക്കെ നിങ്ങൾക്ക് പോയി BJP ഓഫീസിൽ പറഞ്ഞുകൂടെയെന്ന്. BJP ഓഫീസിൽ അതിനുള്ള സംവിധാനമുണ്ടോ? സംഘപരിവാറിൽ അതിനുള്ള സംവിധാനമുണ്ടോ? നമ്മൾ പോയിരുന്ന് ഇങ്ങനെയാണ് അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാധ്യമപ്രവർത്തനം, നമ്മൾ സംഘടനയിലുണ്ടെങ്കിൽ ഇപ്പൊ ശരിയാണ്. ഞാൻ BJPയുടെ പ്രശാന്തോ BJPയുടെ ഭാരവാഹിത്വത്തിലുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ BJPയുടെ ഭാരവാഹികളാണ് അറിയിക്കേണ്ടത്. അപ്പോൾ പുറത്തുള്ളവരെയല്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്നേ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. തിരുത്തേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരുത്താം, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ജനങ്ങളെ, ഞാൻ ABUPയിലുള്ള കാലത്ത് കേട്ടോ വലിയ ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു TP സിന്ധുമോൾ. TP സിന്ധുമോൾ പ്രസംഗിക്കും, പക്ഷെ അത് ഈ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആവേശം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമല്ല, പ്രസംഗിക്കും. അത്രയും മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ TP സിന്ധുമോൾ നല്ല ഓർഗനൈസറാണ്. ഒരു പക്ഷേ TP സിന്ധുമോൾ വരേണ്ട പോസ്റ്റാണ് ഈ BJPയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന പോസ്റ്റ്. കാരണം അവർ വർഷങ്ങളായി പല സംഘടന, BMSന്റെ സംസ്ഥാന സെക്രട്ടറി, പല സംഘടനകളും പ്രവർത്തിച്ച് സംഘടന എന്താണെന്ന് അറിയുന്ന, സംഘടനാ രീതി അറിയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വരേണ്ട പോസ്റ്റാണ് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ് എടുത്ത് തിരുവനന്തപുരത്ത് സുരേഷിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പലരും ഉണ്ട് കേട്ടോ, അങ്ങനെ പല ആൾക്കാരും. ഇപ്പോൾ എനിക്ക് ഒരു വീട്ടീരമ്മ ടീച്ചറുണ്ട്, കോളേജ് ലെക്ചറായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഈ സംഘടനയുടെ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇനി അറിയാത്ത പെൺകുട്ടികൾ പലപ്പോഴും നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള മെയിൻ സ്ട്രീമിലേക്ക് വരാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ഇവർ ചേർക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇവര് താല്പര്യപ്പെടാത്ത, മാറ്റി നിർത്തപ്പെടുന്ന, ഉരുവിലക്ക് കേൾപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ ഒന്നും ഞാൻ സംഘടനയുടെ ഭാരവാഹിത്വത്തിലോ എവിടെയും വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കഴിവുകേടാണ്. നിങ്ങളെ പേടിക്കുന്നതുകൊണ്ടാണ്. അവനവന് ആത്മധൈര്യം ഇല്ലാത്തതുകൊണ്ടും ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടുമാണ്. എനിക്ക് മുകളിലേക്ക് ആരെങ്കിലും വളർന്നു പോയെങ്കിലോ എന്ന ധാരണയുള്ളത് കൊണ്ടാണ് അത്തരക്കാരെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ, ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല സംഘടനയിൽ നിന്ന് ഈ കമ്മിറ്റികളിലൊന്നും പങ്കെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അഞ്ജനയെ സുരേഷിന്റെ വൈഫിനെ, സുരേഷിന്റെ ഭാര്യയെ അഞ്ജനയെ ദേശീയ വനിതാ കമ്മീഷന്റെ അഡ്വൈസറി ബോർഡിലാക്കി. യഥാർത്ഥത്തിൽ അത് ശ്രീലേഖയ്ക്ക് കൊടുക്കേണ്ട പോസ്റ്റായിരുന്നു. അവരൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ്. ഒരു പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ശോഭിക്കാൻ കഴിയും. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന, ഇപ്പോൾ ഓപ്പണായി, എന്നെപ്പോലൊക്കെ ഓപ്പണായി എന്ത് തോന്നിയാലും മനസ്സിൽ തോന്നി അപ്പോൾ പറയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ സംഘടനാപരമായി ഇന്നത് പറയണം, ഇന്നത് പറയണ്ട എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഞാൻ സംഘടനയ്ക്കകത്തുള്ള സമയത്ത്, ABUPയിലുള്ള സമയത്ത് എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടായിട്ടുള്ള ആളെ അല്ല കേട്ടോ. ബാക്കി എല്ലാ ആൾക്കാരെയും നിയന്ത്രിക്കാൻ അന്ന് ഉമാന്തേട്ടം പാടുപെടുമ്പോൾ എന്നെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടിട്ടുള്ള ഒരാളല്ല. ഒരിക്കൽ പോലും എന്നോട് ഞാനൊരു എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്നെ ശ്രീലി എങ്ങനെ ചെയ്യരുതെന്ന് പറയുക, ഏതെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഞാൻ പിരിവിന് പോകുമായിരുന്നു, മുദ്രാവാക്യം വിളിക്കാൻ പോകുമായിരുന്നു, കോളേജിൽ യൂണിറ്റ് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്ന ആളാണ്. പക്ഷെ അപ്പോഴും എന്നെ നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെ സംഘടന എന്താണെന്ന് ആ സമയത്ത് നമുക്കറിയാം, സംഘടനയിൽ എന്താണ് പറയേണ്ടത്, സംഘടനയിൽ. പക്ഷെ പുറത്ത് നിൽക്കുമ്പോൾ പറഞ്ഞതുകൂടി നമ്മളെ ഓഡിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരായി പറയുന്നതോ വാർത്ത ചെയ്യുന്നതോ പോലും ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പൊ ഈ പല വാർത്തകൾ ചെയ്യുമ്പോഴും നിങ്ങൾ പണ്ടേ ചാരയാ, ഞങ്ങൾക്കറിയാം. എന്ത് ചാര? ഞാൻ അതിനകത്ത് ഇരുന്നിട്ടാണോ? ഞാൻ BJPയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ടാണോ ചോർത്തി കൊടുക്കുന്നത്? BJPയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവർ BJPയെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പണത്തിന് വേണ്ടി BJP ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പത്രപ്രവർത്തനമാണ് ചെയ്യുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ആ സംഘടനയെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുക, ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക, ആ സംഘടനയെ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക, ആരെങ്കിലും ഒരാൾ സംഘടനയ്ക്ക് പേരുണ്ടാക്കുന്ന രീതിയിൽ വളർന്നു വന്നാൽ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുക, എന്തൊക്കെ തരത്തിലുള്ള അഴിമതി കാണിക്കാമോ അതെല്ലാം കാണിക്കുക, പണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. അങ്ങനെയുള്ള നിങ്ങളൊക്കെയാണ് ചാരർ, ഞാനല്ല ചാരർ. ഞാൻ നന്നാവാനുള്ള കാര്യങ്ങളാണ് BJP മുന്നോട്ട് ഓരോ സ്ഥലത്തും ജനങ്ങൾ ഞങ്ങളോട് പറയുന്ന, അവർക്ക് ആഗ്രഹമുള്ള, നിങ്ങൾ നന്നാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ, രജിസ്റ്റേർഡായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിങ്ങളെ ഓഡിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് പറയാനുമുള്ള ഞങ്ങളുടെ അവകാശം മാത്രമേ ഞങ്ങൾ വിനിയോഗിക്കുന്നുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അത് വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ട്
ഇത്തരത്തിലുള്ള നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ഈ എനിക്കൊന്ന് സൈബർ ഇടങ്ങളിലുള്ള ആൾക്കാരാണ് വന്ന് നമ്മളെ ഈ കൂടുതലായി പറയുന്നത്. സംഘടനയിൽ ബന്ധമുള്ള സംഘടന കാര്യങ്ങൾ അറിയുന്ന സംഘടനാ പ്രവർത്തകരായിട്ടുള്ള സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആണ് നമ്മളെ ഉപദ്രവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കറിയാം. അല്ല, ഒരു കാര്യം നമ്മുടെ ചർച്ച ഒരുപാട് നീണ്ടുപോയി, അതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. അതായത് ഈ പറഞ്ഞ വിമർശനങ്ങളെ ഒരു ക്രിയാത്മകമായിട്ട് സമീപിക്കുക, പോസിറ്റീവായിട്ട് കണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി സ്വീകരിക്കുക. തെറ്റുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക, അല്ലെങ്കിൽ അവഗണിക്കുക. നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലേ? നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, വസ്തുതകൾ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് വാർത്തയുണ്ടാക്കുന്ന മാജിക് അല്ല ഇത്. അറിയുന്ന കാര്യങ്ങൾ നമ്മൾ CPM-നെ വിമർശിക്കുന്നുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ വാർത്തകളെ വിശകലനം ചെയ്ത്, അവരുമായി ബന്ധപ്പെട്ട വാർത്തകളെ വിശകലനം ചെയ്ത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾ അത് ചെയ്യും. അത് ഞങ്ങൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും അത് ചെയ്യുന്നുണ്ട്. അതിനെ ആ രീതിയിൽ സമീപിക്കുക. ഈ കാലത്ത് മാത്രമല്ല കേട്ടോ, സുരേന്ദ്രന്റെ കാലത്തും ഇതുണ്ടായിരുന്നു. സുരേന്ദ്രന്റെ കാലത്ത് പിന്നെ കുറച്ച് കൊച്ചുപിള്ളേർ സെറ്റായിരുന്നു. ഒരു 20-നും 30-നും ഇടയ്ക്കുള്ള നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുക. എന്നെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി യാതൊരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് 1-2 കേസുകൾ വരെ, അത്തരം പ്രവർത്തകർക്ക് 1-2 കേസുകൾ, ഞാൻ പോലീസ് കേസ് കൊടുക്കേണ്ട സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സംഘടന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, ഞാൻ എല്ലാവരെയും കൂടി ചേർത്താണ് പറയുന്നത്. പക്ഷെ സംഘടനാപരമായി നോക്കിയാൽ ഇന്ന് വരെ BJPയുടെ സംഘടനാ പ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും മോശമായ കാലഘട്ടമാണ് ഇപ്പോഴെന്നാണ് സംഘടനാപരമായി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംഘടനയിലെ മുതിർന്നവർ അല്ലെങ്കിൽ RSSകാർ, രാഷ്ട്രീയം അറിയുന്നവർ വിലയിരുത്തട്ടെ, അവർ മനസ്സിലാക്കട്ടെ. അവർ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. ഞങ്ങൾ ഈ പറയുന്നത് കള്ളമല്ല. മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ സംഘടന 5 വർഷത്തിന് ശേഷം ഭരണത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഘടന ഉള്ള സീറ്റുകൾ പോകാതെ നോക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ, സംഘടനയിൽ ഒരു റീഷഫ്ലിംഗ് ഒക്കെ നടത്തി ആവശ്യമുള്ളവരെ, ഞാൻ ഒരു ടാലന്റ് ഹണ്ട് പോലും നടത്തിയാൽ കുഴപ്പമില്ല, ആവശ്യമുള്ളവരെ സംഘടനയിൽ നിലനിർത്തുകയും അല്ലാത്തവരെ, അയോഗ്യമായിട്ടുള്ളവരെ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ കൊണ്ടുവരിക, അവരെ കൊണ്ട് നന്നായി പണിയെടുപ്പിക്കുക, സംഘടന സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഇടപെടുക, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു ഭരണം എന്ന രീതിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. സംഘടനയ്ക്ക് ഗുണകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ഞങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയോ എന്തും ആകാം. ഈ ഉപരോധത്തെ ഒന്നും പേടിച്ച് ഞങ്ങളാരും നാടുവിടാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ഞങ്ങൾ കാണും. നന്ദി. നല്ല നമസ്കാരം.